4 മരത്തിൻ്റെ നടുക്ക് നമുക്കൊരു പ്ലാവും കൂടെ വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. നമുക്കിതിപ്പം 99 ഇഞ്ചാണ്. അതെ, ഇത് 8 അടി എന്ന് പറയുമ്പോൾ 12 96 99 ഇഞ്ച്. കുഴപ്പമില്ല, ആരെന്ത് പ്രൊമോട്ട് ചെയ്താലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ ഒരു സുതാര്യതയും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ക്വാളിറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഒരു കൃഷിയും മോശമല്ല, ഒരു തൈയും മോശമല്ല. മരങ്ങൾ ആര് വെച്ച് പിടിപ്പിച്ചാലും അത് നല്ലതാണ്. ഒരിക്കലും നമുക്ക് ഈ സീഡ് നമ്മൾ പോളിനേഷൻ നടന്ന് മാറിപ്പോകുന്നില്ല. വീണ്ടും നമ്മൾ അവിടുന്ന് മുകളിലോട്ട് നോക്കി തന്നെയാണ് അത് അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആ ഒരു ബ്രാഞ്ചിങ് തുടങ്ങുന്ന അവിടെ വരും ഏതാണ്ട് 50 അടി ഹൈറ്റുണ്ട്. പക്ഷേ മരുന്നിൻ്റെ ആവശ്യമൊക്കെ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ ആ ആവശ്യം നിറവേറ്റി കൊടുക്കും. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരാജയപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. തേക്ക് കൃഷിയെപ്പറ്റി ഒരുപാട് പേർക്കറിയാം. എന്നാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടിഷ്യൂ കൾച്ചർ തേക്ക് കൃഷിയെക്കുറിച്ചാണ്. ഇതിൻ്റെ തൈകൾ വാങ്ങുന്നത് മുതൽ തൈകൾ നമ്മൾ നടുന്നത് മുതൽ ഇതിൻ്റെ പരിചരണം, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപാട് നഴ്സറിക്കാർ തേക്കിൻ്റെ തൈകളൊക്കെ വിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു നഴ്സറിയിൽ നിന്ന് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു മൂലേച്ചാൽ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഈ ഒരു നഴ്സറിയിൽ നിന്നും നിങ്ങൾ തൈകൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ തൈകൾ വാങ്ങി അത് നട്ടു, അത് കൊടുക്കാനാകുന്ന സമയത്ത്, അത് വിൽക്കാനാകുന്ന സമയത്ത് ഇവരെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. സാധാരണ നമ്മൾ തേക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേർ നെഗറ്റീവ് പറയാറുണ്ട്. ഒത്തിരി വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ തടി വിൽക്കാൻ സമയത്ത് ബയ്യറെ ഒന്നും കിട്ടാൻ ഒരിക്കലും കിട്ടില്ല, അന്ന് ഈ തടിയൊന്നും വാങ്ങാൻ ആളെയൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു നേഴ്സറിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, തൈകൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ബൈബാക്ക്, തടിയുടെ ബൈബാക്ക് കൂടെ അവർ ഉറപ്പ് തരുന്നുണ്ട്. ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ വന്നിട്ട് അതിനൊരു ന്യായമായ വില നിശ്ചയിച്ച് അവർ തന്നെ തടി വാങ്ങിക്കൊള്ളും. അവർക്ക് സ്വന്തമായിട്ട് തടിമില്ലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ തേക്ക് തടി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബയ്യറെ ഭാവിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇവിടെ നിന്നും തൈകൾ വാങ്ങിയാൽ മാത്രം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തേക്ക് കൃഷിയെ പറ്റി, കൂടാതെ തേക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് ഇടവിളയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടിയിൽ രീതി മുതൽ ഒരു തൈ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ എന്താണ് ടിഷ്യൂ കൾച്ചർ തേക്ക് കൃഷി, ഇത് ചെയ്യുന്നുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ നല്ല രീതിയിലൊരു തേക്ക് തോട്ടമൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. മാക്സിമം സംശയങ്ങളെല്ലാം ഞങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ ഇവരുടെ നമ്പർ, മൂലേച്ചാൽ ബയോടെക് നഴ്സറിയുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ അവരുടെ മദർ ഫാം, ഏക്കറുകളോളം നീളുന്ന അവരുടെ മദർ ഫാം വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഫാർമറുടെ കോൺടാക്ട് നമ്പർ അവർ തരും. നിങ്ങൾക്ക് ആ തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു കർഷകൻ്റെ, ഒരു സക്സസ്ഫുള്ളായിട്ട് തേക്ക് കൃഷി റൺ ചെയ്യുന്ന ഒരു കർഷകൻ്റെ ഡീറ്റെയിൽസും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സർ, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ്? അരുണേ, നമ്മളിനി നമ്മുടെ മദർ ഫാമിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ മാതൃവൃക്ഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മാതൃകാ തോട്ടങ്ങൾ അതെല്ലാം നമുക്കൊന്ന് കാണാം. അത് എത്ര ഏരിയയിലാണ് സാർ ഇത് ചെയ്തിട്ടുള്ളത്? ഇത് ഈ പുരയിടം എന്ന് പറയുമ്പോൾ 25 ഏക്കർ പുരയിടമാണ് ഞങ്ങൾ. പിന്നെ അത് ഇതിൻ്റെ അകത്തൊരു 4 ഏക്കറോളം ഞാൻ മറ്റ് പല ജാതി മരങ്ങളായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതെല്ലാം നമുക്കൊന്ന് കാണാം. സാർ, ഈ ചാക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്തിനാ? ഇത് നമ്മൾ കായ്കൾ ശേഖരിക്കാനായിട്ട്, നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ ചാക്ക് വിരിച്ചിരിക്കുന്നതാണ്. ഇതിലാണ് കാ വന്ന് വീടുന്നത്. അപ്പോൾ നമ്മളത് ശേഖരിക്കാൻ എളുപ്പമുണ്ട്. ഒരിക്കലും നമുക്ക് ഈ സീഡ് നമ്മൾ പോളിനേഷൻ നടന്ന് മാറിപ്പോകുന്നില്ല. നമ്മുടെ ഈ പുരയിടത്തിലെ തന്നെ സീഡാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പം ക്രോസ് പോളിനേഷൻ നടന്ന് മാറിപ്പോയാലേ നമുക്ക് മുരടിച്ച മരങ്ങളെ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് നമ്മളിത് നല്ല ശുദ്ധമായിട്ട് തന്നെ ശേഖരിച്ചെടുത്താണ് ഇത് വളർത്തുന്നത്. സാർ, ഈ ക്രോസ് പോളിനേഷൻ ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് പറഞ്ഞത്?
ഇവിടെ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല ഞാനത് എന്ന് പറഞ്ഞത്. പറഞ്ഞിരുന്നു. എനിക്ക് ഇതൊരു വലിയ പുരയിടമാണ്. ഇതിൻ്റെ ചുറ്റിലും മറ്റ് മരങ്ങൾ, മുരടിച്ച മരങ്ങളില്ല എന്നുള്ളതാണ്. ഈ മരങ്ങൾ തന്നെയുള്ള പോളിനേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ശുദ്ധമായ ഒരു ജനറേഷനാണ് ഉണ്ടായി വരുന്നത്. സർ, ഈ കാണുന്നൊരു തേക്കിന് എത്ര രൂപ മതിപ്പ് വില ഉണ്ടാവും? അല്ല, എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വില നിശ്ചയിക്കുന്നത്? അരുണേ, അത് തടിയുടെ ഒരു വില നിശ്ചയിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ വെട്ടിയിട്ട ശേഷമല്ല കച്ചവടക്കാർ തടിയുടെ വില നിശ്ചയിക്കുന്നത്. അത് നിൽപ്പിൽ അതിന് മതിക്കുക എന്ന് പറയും. തടി മതിച്ചിട്ടാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കണ്ണിൽ ആ വണ്ണം കൃത്യമായിട്ട് മുകളിലത്തെയും താഴത്തെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മുകളിലത്തെ, പ്രത്യേകിച്ചും ചോട്ടിലത്തെ നമുക്ക് അളക്കാം. പക്ഷേ മുകളിലത്തെ വണ്ണം നമ്മുടെ കണ്ണിലാണ് കയറേണ്ടത്. അത് കൃത്യമല്ലെങ്കിൽ കച്ചവടക്കാരും തോക്കും, കൃഷിക്കാരും തോക്കും. അതിൻ്റെ അകത്ത് വ്യത്യാസം വരും. ഇപ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് കച്ചവടം മോശമാകുന്നതും കൃഷിക്കാരന് വില കിട്ടാതെ ഇരിക്കുന്നത്. മതിക്കാന്ന് പറഞ്ഞാൽ ഞാനത് ഇപ്പം കാണിച്ചു തരാം. കൂടുതൽ ആൾക്കാർക്ക് തീർച്ചയായിട്ടും. ജലജ ടേപ്പ് ഒന്ന് കൊണ്ടുവരാമോ? അതിലേക്ക് കിട്ടും. അരുണേ, നമ്മൾ ആദ്യം ഇതിലേക്ക് ആദ്യം ഇതിൻ്റെ നമ്മൾ ചോട്ടിലത്തെ നമ്മുടെ ചെസ്റ്റ് ഹൈറ്റിലെ വണ്ണം നമ്മൾ പിടിക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് വണ്ണം പിടിക്കുന്നത്. അപ്പം നമുക്കിതിപ്പം 99 ഇഞ്ചാണ്. അതെ, ഇത് 8 അടി എന്ന് പറയുമ്പോൾ 12 96 99 ഇഞ്ച്, ഏതാണ്ട് 100 ഇഞ്ച് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഹൈറ്റിൽ നിന്ന് പിന്നെ നമ്മൾ ഡബിൾ ചെയ്യുക ഇതിനെ. അതായത് ഇവിടുന്ന് നമ്മൾ ഇത് ഇരട്ടിക്കുക. ഇന്ന് ഈ ഹൈറ്റിനെ ഇരട്ടിച്ച് അപ്പോൾ 10 അടിക്ക് നമ്മൾ ആദ്യത്തെ ഒരു മെഷർമെൻറ്റ്, ഒരു സ്റ്റാൻഡേർഡ് 10 അടിക്ക് നമ്മൾ അതിൻ്റെ കുബിക്കട് കണക്ക് കൂട്ടുക. അപ്പോൾ ഇത് 100 ഇഞ്ച് അടുത്തുണ്ടെങ്കിൽ ഇതിൻ്റെ ബാർക്ക് മീൻസ് തൊലി അത് നമുക്കൊരു 3 ഇഞ്ച് കുറയ്ക്കും. അത് വന്നിട്ട് ഇപ്പോൾ 95 ഇഞ്ചാണ്. അല്ലെങ്കിൽ 96 ഇഞ്ചെന്ന് പറയുമ്പോൾ ഒരടിക്ക് 96 ഇഞ്ചെന്ന് പറയുമ്പം 4 കുബിക്കടി തടിയാണ് വരുന്നത്. അപ്പോൾ 10 അടിക്ക് 40 കുബിക്കടി തടി ആദ്യത്തെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. വീണ്ടും നമ്മൾ അവിടുന്ന് മുകളിലോട്ട് നോക്കി തന്നെയാണ് അത് അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആ ഒരു ബ്രാഞ്ചിങ് തുടങ്ങുന്ന അവിടെ വരും ഏതാണ്ട് 50 അടി ഹൈറ്റുണ്ട്. ബാലൻസ് വരുന്ന 40 അടിക്ക് നമ്മളൊരു അസസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആ അസസ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു 75 ഇഞ്ച് വണ്ണമാണ് കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ കുബിക്കടി കണക്കാക്കും. അപ്പോൾ ഏതാണ്ട് 40 അടിക്ക് 75 ഇഞ്ചെന്ന് പറയുമ്പം നമുക്കൊരു 80 കുബിക്കടി തടിയോളം അത് വരുന്നുണ്ട്. 80 അല്ല 84, ഒരു അടിക്ക് 2.6 നിയർലി വരുന്നുണ്ട്. അപ്പോൾ 80-85 കുബിക്കടി വരും. അപ്പോൾ ഈ തടി മൊത്തത്തിൽ വരുമ്പോൾ ഒരു 120 കുബിക്കടി തടിയാണ് ഈ ഒരു തടി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ തടി മതിക്കുന്നത്. സാറിൻ്റെ കണക്കിലപ്പോൾ ഇതിന് എത്ര രൂപ വില വരും ഈ ഒരു തേക്കിന്? അരുണേ, അത് പറഞ്ഞാൽ നമുക്ക് തേക്കിൻ്റെ വില ഗ്രേഡ് അനുസരിച്ചാണ്. ഓരോ 10 ഇഞ്ചിനും വില വ്യത്യാസം വരും. അതായത് നമുക്ക് 10 ഇഞ്ച്, 20 ഇഞ്ച്, 30 ഇഞ്ച്, 40 ഇഞ്ച്, 50 ഇഞ്ച്, 60 ഇഞ്ച്, 70 ഇഞ്ച്, 80 ഇഞ്ച്, ഇങ്ങനെ വിലയ്ക്ക് ഓരോ വണ്ണം കൂടുന്നതനുസരിച്ച് വിലയും വ്യത്യാസം വരും. അല്ലാതെ ഒരു തടിക്ക് തേക്കിന് ഒരു വില തന്നെയല്ല. സാധാരണ നമുക്കറിയാം മറ്റു മരങ്ങൾക്കൊക്കെ ഒരു വിലയേ വരാറുള്ളൂ. പക്ഷേ നമുക്ക് തേക്കിന് ഗ്രേഡിനനുസരിച്ച് വിലയുണ്ട്. അപ്പോൾ ഈ ഒരു മരം ശരിക്കും 120 കുബിക്കടി എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 8 ലക്ഷം രൂപ, 8.5 ലക്ഷം രൂപയുടെ ഒരു മരം, ഈ ഒരു മരം വരും. ഈ ഒരു മരത്തിന് മാത്രം 8.5 ലക്ഷം രൂപ. റൈറ്റ്. അതൊരു അപൂർവമായ മരമാണ്. കർഷകൻ എപ്പോഴും ആ ഒരു വില കണക്ക് കൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറയാല. എന്നാലും ഒരു നല്ല രീതിയിൽ നമുക്ക് വളക്കുവാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ഈ ടിഷ്യൂ കൾച്ചർ പ്രോഗ്രാമും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കായ്കൾ ശേഖരണമൊക്കെ തീർച്ചയായിട്ടും കർഷകർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വെച്ചിട്ട് നമ്മളൊരു മരത്തിൻ്റെ നമ്മുടെ വില നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷം കൊണ്ട് ഒരു മരം നമുക്ക് ഒരു 1 തൊട്ട് 1.5, 2 ആ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. സാർ, നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിലും സാധാരണ ഒരു കർഷകന് ഈ കണക്കും ഈ മതിപ്പ് വിലയൊക്കെ ഒന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ മതിപ്പ് വിലയിലാണ് ശരിക്കും പറഞ്ഞാൽ ചൂഷണം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൂഷണം നടക്കാതിരിക്കാൻ വേണ്ടി സാറിനെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അരുണേ, അതിന് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങളിപ്പോൾ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. മൂലാച്ചാലിൽ ടേക്ക് ക്ലബ്ബ് എന്നും പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ ക്ലബ്ബിലെ മെമ്പർഷിപ്പ്, അതായത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു പ്രിവിലേജ് കൊടുത്തുകൊണ്ട് അവരുടെ തോട്ടങ്ങൾ ഭാവിയിൽ അവർക്കത് അസസ് ചെയ്യാനും അത് ബൈബാക്ക് ചെയ്യാനും ഞങ്ങളൊരു കോട്ട് കൊടുക്കുക. അത് താല്പര്യമുണ്ടെങ്കിൽ തരിക, അല്ലെങ്കിൽ അവർക്ക് അസസ് ചെയ്ത് കൊടുക്കത്തക്ക ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒന്നുകിൽ നമുക്ക് തടികൾ അവർക്ക് വിൽക്കാം, ഇല്ലെങ്കിൽ അവർക്ക് പുറത്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. ഒരു മതിപ്പ് വില നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും. അല്ലേ?
ഈ തോട്ടത്തിലെ ഈ പ്രധാന വൃക്ഷങ്ങളിൽ നിന്നാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിനുള്ള പ്രൊപ്പഗേഷനുള്ള ടിപ്പുകൾ ശേഖരിക്കുന്നത്. അത് നമുക്ക് കലർപ്പില്ലാതെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അപൂർവമായിട്ട് കിട്ടിയ മരം എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഒരു 30-35 കൊല്ലം മുമ്പ് ഇവിടെ ഒരു 10-20 തേക്ക് നിന്നിരുന്നു. ആ മരങ്ങൾ വെട്ടിയപ്പം വെളിച്ചം ഉണ്ടായപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഈ കാകൾ വീണുണ്ടായ മരമായത്. ആ മരം ഒരു ക്രോസ് പോളിനേഷൻ നടക്കാതെ കിട്ടിയതുകൊണ്ട് നമുക്ക് പ്രത്യേകതകളുണ്ട് ഈ മരത്തിന്. അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ ചുവട് മുതൽ മോള് വരെയും ഒരുപോലെയാണ് ഈ മരങ്ങൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനൊരു പേര് തന്നെ ഇട്ടു, ഏറ്റുരുൾ വെള്ളത്തേക്കെന്നാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഒരേ ഉരുളാണ്. അപ്പോൾ നമുക്ക് കുബിക്കടി കൂടുതൽ കിട്ടും. അടിയും മോളും ഒരുപോലെയാണ് വളർന്നു വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഞാൻ ഈ മരങ്ങളാണ് ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത. അതുതന്നെയാണ് നമുക്ക് കർഷകനുള്ള ഒരു അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, ഏറ്റവും നല്ല വെറൈറ്റി ഇത്രയും ക്വാളിറ്റിയുള്ള തൈകളാണ് കർഷകരിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എത്തിക്കുന്ന അതിൻ്റെ മാർഗ്ഗം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത മൂലച്ചാലി ടിഷ്യൂ കൾച്ചർ തേക്ക് നേഴ്സറി എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. 7 വർഷമായിട്ട് അത് പ്രവർത്തിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് കർഷകർ കേരളത്തിലെ എല്ലാ തോട്ടങ്ങളും ഞങ്ങളുടെ തോട്ടങ്ങളാണെന്ന് ആണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ടിഷ്യൂ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളാണ്. അതുപോലെ തന്നെ സർ, അതിലൊരു സംശയമുണ്ട്. ഇപ്പോൾ ഈ കൂണ് പോലെ നേഴ്സറികൾ മുളച്ചു വരുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നത് ഞങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്നാണ് അവരും പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എങ്ങനെ വിശ്വസിക്കും? അത് എന്താ പറയുക, ഞാൻ അതിനെക്കുറിച്ച് അവരെ കുറച്ചൊന്നും പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തോട്ടം രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ കൾച്ചർ മുഖേനയും അതുപോലെ തന്നെ ഇത്രയും കരുത്തുള്ള മരങ്ങളിൽ നിന്നും ആ കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തിരിക്കുന്ന മൂലച്ചാൽ ബയോടെക്കാണ്. ഞങ്ങളുടെ കർഷകർ തന്നെ അത് പ്രൊമോട്ടൊക്കെ ചെയ്യുന്ന കാണും. പക്ഷേ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അന്വേഷിച്ചല്ലേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാം അല്ലേ? ഈ തൈകളൊക്കെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന്? തീർച്ചയായിട്ടും കേരളം മുഴുവൻ നമുക്ക് ഡെലിവറി ഉണ്ട്. കേരളത്തിലെ ഏത് കർഷകന് എവിടെ വിളിച്ചാലും ഇനി ഒരു തൈ ചോദിച്ചാൽ പോലും ഞങ്ങൾ അത് കേരളത്തിൻ്റെ ഏത് ഭാഗത്താണേലും ഞങ്ങളുടെ വണ്ടികൾ എത്തിച്ചേർന്ന് അത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ബിസിനസ് മനോഭാവത്തോട് തന്നെയല്ല എടുത്തിരിക്കുന്നത് മനസ്സിലാക്കുക. കാരണം കർഷകന് ഗുണം കിട്ടണം. എല്ലാവരും പറയും കർഷകന് ഗുണം കിട്ടണമെന്ന്. പക്ഷേ ഞാൻ പറയുന്നു അത് അങ്ങനെ തന്നെ എടുത്ത് ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും കർഷകന് തൈകൾ നശിച്ചു പോയാൽ അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇവരും കൊടുക്കുന്നുണ്ട്. ചെറുകിട കർഷകരെ ഒരിക്കലും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അത് തിരിച്ചു മേടിക്കാനുള്ള ഒരു പ്രോജക്റ്റ് തന്നെ ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. ഞാനിപ്പം അതിനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, എനിക്ക് അമേരിക്കയിൽ ഞാനിപ്പം എവർഷൈൻ സർഫസസ് എന്നും പറഞ്ഞ് ഒരു ഫ്ലോറിംഗ് സൊല്യൂഷൻ തടി കൊണ്ടുള്ളത്, അത് പ്രത്യേകിച്ചും തേക്ക് ഞാൻ അവിടെ ഒരു മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ 2014 കാലഘട്ടത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ബർമ എന്ന രാജ്യമാണ്. അവിടെ നിന്നുള്ള ആ സപ്ലൈ നിലച്ചുപോയി. വേറൊന്നുമല്ല, അവിടെ കാട് വെട്ടിയായിരുന്നു, പ്ലാന്റേഷൻ അല്ല, കാട് വെട്ടിയായിരുന്നു തേക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. അത് ഗ്ലോബൽ കാർബൺ എമിഷൻ്റെയൊക്കെ ആ പോളിസികൾ വന്നു കഴിഞ്ഞപ്പോൾ അത് നിർത്തി പുറംകടലിലേക്ക് പോയ കപ്പലുകൾ വരും തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പം നമുക്കിനി തീർച്ചയായിട്ടും കർഷകന് ഒരു നല്ലൊരു മാർക്കറ്റ് ഫ്യൂച്ചറിലുണ്ട്. അപ്പം നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്ന മരങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അനുമതി കിട്ടും, പുറത്തോട്ട് കടത്താം. അങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. സാർ, അപ്പോൾ ആ ഒരു പ്രോജക്റ്റിലേക്ക് ഒത്തിരി മരങ്ങൾ ആവശ്യം വരില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും അവരുടെ ആവശ്യം നമുക്ക് ഒരിക്കലും നിറവേറ്റാൻ പറ്റാത്ത എത്ര ആവശ്യം അമേരിക്കയിലുണ്ട്. നമുക്കറിയാം 50 സ്റ്റേറ്റും 50 രാജ്യങ്ങൾ പോലെയാണ്. അവിടെ ഞാൻ പലപ്പോഴും പല മാളുകളിലും പല സ്റ്റോറുകളിലും കയറിയിട്ട് തേക്കിൻ്റെ ഷെൽഫുകളിൽ ചെല്ലുമ്പോൾ അവിടെ അത് തേക്കെന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നതല്ലാതെ അവിടെ ഇപ്പോൾ തേക്കില്ല. ഏറ്റവും ഞാനിപ്പം മറ്റു മരങ്ങളെ ഞാൻ കുറച്ചൊന്നും കാണുന്നില്ല. തേക്കും അതിനോടൊപ്പം തന്നെ മഹാഗണി എല്ലാവരും ഇപ്പം തള്ളി പറഞ്ഞിരിക്കുകയാണ് മഹാഗണിയെക്കുറിച്ച്. പക്ഷേ നിങ്ങൾ ഈ ചെറിയ മരങ്ങൾ ഒരിക്കലും വെട്ടിക്കളയരുതെന്നുള്ള ഒരു അപേക്ഷ എനിക്കുള്ളത്. മഹാഗണിയും ഫ്യൂച്ചറിൽ നമുക്ക് ഡിമാൻഡ് വരും. അവിടെ കബോർഡിനും അതുപോലെ തന്നെ ഫർണിച്ചറിനും ഒക്കെ നല്ലൊരു മരമായിട്ട് തന്നെയാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഭാവി അതിനുമുണ്ട്. എല്ലാ മരങ്ങളും നിങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പം എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം ഈ സമീപത്ത് നിന്ന ഈ മരത്തിൻ്റെ ആ ജനറേഷനിൽ ഇതിൻ്റെ ശരിക്കും മദർ ട്രീ എന്ന് പറയുന്നത്
ഇവിടെ ഒരു 20 മരങ്ങൾ നിന്നിരുന്നു. ആ മരങ്ങൾ മുറിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ കൗതുകം വെച്ചിട്ടാണ് ഞാൻ ഈ തടി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഏതാണ്ട് എൻ്റെ 16ാമത്തെ വയസ്സിൽ ഇത് മുറിച്ചു. അപ്പം അത് ആന വലിക്കുന്നതും തടി ലോഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ട് ആ കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം അന്ന് മുറിച്ച ആ മരത്തിൻ്റെ ഈ ഒരു മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കുറ്റിയിൽ നിന്നാണ് ഇത് കിളുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഈ ഒരു മരം മാത്രം അങ്ങനെ വളർന്നു വന്നു. ബാക്കി മരങ്ങൾ കായ്കൾ വെളിച്ചം വന്നപ്പോൾ അവിടെ നിന്ന് കായ്കൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു മരവേ ആ പൂർവികരിൽ നിന്ന് നേരിട്ട് കുറ്റിയിൽ നിന്ന് കിളുത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മരത്തിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. മിക്കപ്പോഴും ഞാനിനി വിദേശത്ത് പോയച്ച് വന്നാലും അപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ ഈ തൊടികളിലൂടെ ഇറങ്ങി നടന്നിട്ട് ആദ്യം തന്നെ ഈ മരങ്ങളിലെയും അല്ലെ പ്രത്യേകിച്ചും ഇതൊക്കെ വന്നൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. അത് എൻ്റെ ഒരു നൊസ്റ്റാൾജിക്. ഈ ഒരു മരം ഏതാണ്ട് ഒരു 100-110 അടി ഹൈറ്റിലാണ് ഈ മരം പോയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ നമ്മുടെ ആ മരത്തിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ പാരമ്പര്യ ഗുണം എന്നാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാകും. അതിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് ആദ്യമായിട്ട് നമ്മൾ വെച്ച മരങ്ങളാണ്. കർഷകർക്ക് കൊടുക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ തന്നെ വെച്ച് പരീക്ഷിച്ച ശേഷമാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. ഈ മരങ്ങളും കൂടെ ഒന്ന് അളന്ന് കാണിക്കാമോ? അളന്ന് കാണിക്കാം തീർച്ചയായിട്ടും. അങ്ങനെ തിരിച്ച് വെള്ള വശം വരട്ടെ. ഇങ്ങനെ 40 ഇഞ്ച് 40 മിച്ചമുണ്ട്. ഇത് നമുക്ക് 1-2 എണ്ണം കൂടെ ഒന്ന് നോക്കിയാക്കാം. വലുതാക്കി അതും 40 മിച്ചമുണ്ട്. കണ്ടോ? ഓക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും കർഷകനോട് ഈ രീതിയിൽ വളരുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊരു എക്സാജറേഷൻ ആയിരിക്കും. കർഷകർ എപ്പോഴും പല രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരും. അപ്പം നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, നമ്മൾ ടിഷ്യൂ കൾച്ചർ തേക്ക് വെച്ചാൽ എല്ലാം ഇപ്പോൾ ഈ 40 ഇഞ്ച് ഇതിപ്പോൾ 7 വർഷം 8 വർഷത്തിലേക്ക് ആകുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ കണക്ക് കൂട്ടണ്ട. ഒരു കർഷകൻ ഒരു ആവറേജ് ഒരു 3 ഇഞ്ച് വെച്ച് വളർത്തിയാലും ഞാൻ ഈ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തിപ്പെടും. കാരണം ഒരു 20 വർഷം കൊണ്ട് ഒരു 60 ഇഞ്ചാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ഈ കാലാവസ്ഥ നമുക്കറിയാം 8 മാസം മഴ കിട്ടുന്നുണ്ട്. ഈ തുലാമഴ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് ശരിക്കും സഹ്യപർവ്വതങ്ങൾ അതിൻ്റെ ഒരു 16 കിലോമീറ്റർ ഡയമീറ്ററിൽ ഏറ്റവും സമൃദ്ധിയായിട്ട് എല്ലാ മരങ്ങളും വളരും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതായത് നമുക്കറിയാം പുനലൂർ, റാന്നി, കോന്നി, കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ വന്നാൽ മേലുകാവ് അല്ലെങ്കിൽ തൊടുപുഴ, കോതമംഗലം, പുനലൂർ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ആ ഷെയ്ഡ് കിട്ടുന്ന എല്ലാ പ്രദേശങ്ങളിലും സമൃദ്ധിയായിട്ട് എല്ലാ മരങ്ങളും വളരും. അപ്പം നമ്മളെന്ത് ആലോചിച്ചെന്ന് വെച്ചാൽ കർഷകന് അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ഏറ്റവും മൂല്യമുള്ള മരം ഏതാണെന്ന് നോക്കിയപ്പം അത് തേക്ക് തന്നെയാണ്. അത് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ നമ്മുടെ പുരയിടത്തിൽ തന്നെ അതിപുരാതന തേക്കുകളുണ്ടായിരുന്നു. നല്ല പ്യുവർ വെറൈറ്റി ആയിട്ട് അത് വളർന്നു വന്നു. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇത് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് പറയുമ്പോൾ എന്താണ് തേക്കിന് ഒരു പ്രാധാന്യം എന്ന് ആരും മുമ്പേ ചോദിച്ചു. തീർച്ചയായിട്ടും തേക്കിൻ്റെ ഒരു പ്രാധാന്യം പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം ആളുകൾ പല കൃഷിയിലേക്ക് ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. റബ്ബറിൽ നിന്നൊക്കെ വിട്ടിട്ട് പല കൃഷികളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ടൊരു കണക്ക് ഞാൻ പറയാം. തേക്കിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം തേക്കിന് ഒരു ഉപയോഗമല്ല, പല ഉപയോഗങ്ങളാണ്. ഇൻഡസ്ട്രിയലായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഹൗസ് ഹോൾഡ് മീൻസ് ഫർണിച്ചർ, ഫ്ലോറിങ്, ഡെക്കിങ്, ഇങ്ങനെ തേക്കിൻ്റെ ഉപയോഗങ്ങൾ നിരവധി ഉപയോഗങ്ങളാണുള്ളത്. ഇപ്പം നമുക്കറിയാം ഇപ്പം ചന്ദനമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നമുക്കറിയാം വാനില പ്രൊമോട്ട് ചെയ്തു. പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. കാരണം ചന്ദനം കുറച്ച് തൈലം ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ കുറച്ച് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഞാൻ ഒരിക്കലും കർഷകനോട് എല്ലാം ഒരുമിച്ച് ഒരു സാധനം തന്നെ വെച്ച് പിടിപ്പിക്കാൻ ഞാൻ ഒരിക്കലും പറയല. കാരണം ഒരു 5 ഏക്കറുള്ള കർഷകൻ പല ഇത് ചെയ്യുക. തേക്കാണേലും നിങ്ങൾ 1-1.5 ഏക്കർ വെക്കുക എന്നേ ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വേണം. അത് പറയുമ്പോൾ ഞാനിപ്പം തേക്കിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ടും ലോകത്ത് ഇതിൻ്റെ എന്തുമാത്രം ആവശ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് നമുക്കറിയാം 4500 കോടി രൂപയുടെ തേക്കാണ് 2014 നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. അത് ബർമയിൽ നിന്നുള്ള ഇമ്പോർട്ടാണ് ഞാൻ പറയുന്നത്. അത് ബാൻ ചെയ്തു.
അപ്പോൾ തന്നെ നമുക്ക് കർഷകന് ഇവിടെ ഒരു 30% വില കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കച്ചവടം തുടങ്ങുന്ന സമയത്ത് തേക്കിന് ഇഞ്ചിന് 3 രൂപയാണ് വില. ഇപ്പോൾ ഏതാണ്ട് 50 രൂപ വില തേക്കിന് വന്നിരിക്കുകയാണ്. അതായത് അതിൻ്റെ വർധനവ് നമുക്ക് കണക്ക് കൂട്ടാം, 10 ഇരട്ടി അല്ല അതിൽ കൂടുതൽ 20 ഇരട്ടിയോളം വർധനവ് വന്നിരിക്കുകയാണ്. അത് നിലനിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വേറൊന്നുമല്ല, ഇതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, ഒരു വീട് പണിയുന്ന ഒരാൾക്ക് ആ ഫ്രണ്ട് ഡോറെങ്കിലും തേക്ക് കൊണ്ട് പണിയുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമാണ്. അത് ഇപ്പം ഞങ്ങൾ കൂടുതലായിട്ടും തമിഴ്നാട്, കർണാടക, ആന്ധ്ര മുതലായ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ലോഡുകൾ കയറ്റി വിടുന്നുണ്ട്. അവിടെയും ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്. സർ, തേക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും അകലം ആവശ്യമില്ലല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് സാർ ഇത്രയും അകലത്തിൽ തേക്ക് നട്ടിരിക്കുന്നത്? അരുണേ, അത് ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും നമുക്കറിയാം, കൂപ്പ് തേക്ക് അല്ലെ ഫോറസ്റ്റ് തേക്ക് പ്ലാന്റേഷനൊക്കെ നമുക്ക് 1 മീറ്റർ അടുപ്പിച്ച് വെക്കാനാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു കൺസെപ്റ്റ് അല്ല എടുത്തിരിക്കുന്നത്. ഞാൻ റബ്ബറിൻ്റെ അകലത്തിൽ ഒരു 15 അടി അല്ലെങ്കിൽ ഒരു 14 അടി മിനിമം അകലത്തിൽ വെക്കാനാണ് ഞാൻ കർഷകർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഈ തേക്കിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമുക്ക് ഇടവിളകൾ ആവശ്യമാണ്. തേക്കൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ മുകളിലോട്ട് വളർന്നു പോവുക, അതിൻ്റെ ഇടയ്ക്ക് പ്ലാവ് വളരുക. പ്ലാവ് ഞാൻ പല കൃഷികൾ ചെയ്തു നോക്കി. ഇപ്പോൾ നമുക്ക് കാണാം, കൊക്കോയുണ്ട്, പ്ലാവുണ്ട്, അതുപോലെ തന്നെ കൈത വെച്ച് നോക്കിയിരുന്നു. ഇതിലെല്ലാം നമുക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാവുന്നത് പ്ലാവാണ്. വേറെ ഒന്നുമല്ല, ഈ സ്പേസിങ് കൊടുക്കുമ്പോൾ 4 മരത്തിൻ്റെ നടുക്ക് നമുക്കൊരു പ്ലാവും കൂടെ വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം പ്ലാവിനൊരു ഗുണമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേനൽക്കാലത്ത് തേക്ക് ഇല കൊഴിയുന്ന സമയത്താണ് പ്ലാവ് പുഷ്പിക്കുന്നത്. അപ്പോൾ അതിന് പുഷ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് ഇടവിളയായിട്ട് പ്ലാവ്, ഇപ്പോൾ പ്ലാവിന് നല്ല പ്രൊമോഷനുണ്ട്. ഒരു എന്താ പറയുക, ഈ അടുത്ത കാലത്തായിട്ട് നല്ല വില പ്ലാവിന് കിലോയ്ക്ക് ചക്കയ്ക്ക് 15 രൂപ വരും വിലയുണ്ട്. എന്നല്ല, ഇത് ഏത് വേനലിനെ അതിജീവിക്കുന്ന ഒരു വൃക്ഷവും പ്ലാവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നമുക്കറിയാം, പഴയ കാലാവസ്ഥയല്ല, ഏതാണ്ട് 33 ഡിഗ്രി 34 ഡിഗ്രി ചൂടുണ്ടായിരുന്ന നമുക്കിപ്പം 38 40 കയറി. അപ്പോൾ പ്ലാവിന് യാതൊരു ക്ഷീണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്ലാവ് നിർദ്ദേശിച്ചു. അത് ഞാൻ നല്ലൊരു ബഡിങ്ങാരനെ കൊണ്ട് ചെയ്യിച്ചെടുത്തു. കുറച്ച് തൈകൾ ഈ കൊല്ലം കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, ഇതിപ്പോൾ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ടല്ലോ, ഇതേതാ വെറൈറ്റി? ഇതിപ്പം ഇതിന് ചന്ദ്രക്കാരൻ എന്നൊരു പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഒരു പഴയ പ്രായമുള്ള ഒരാൾ ആ പ്ലാവിനെക്കുറിച്ച് പറഞ്ഞ ചന്ദ്രക്കാരൻ എന്ന പ്ലാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ പേര് തന്നെ ഇതിന് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ആ വെറൈറ്റിയുടെ തൈയാണ്? അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം, അവിടെ ഞാൻ വേറൊരെണ്ണം വെച്ച് നോക്കി, അത് അതിൻ്റെ അകത്ത് കായ്ച്ചിട്ടില്ല. ഈ ഒരു പ്ലാവാണ് ഏറ്റവും കൂടുതലായിട്ട് കായ്ച്ച് കണ്ടിരിക്കുന്നത്. ഇതിപ്പം ഏതാണ്ട് നമ്മുടെ വിയറ്റ്നാം എർലിയുടെ ആ ഒരു രീതിയിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു കായും ആ രീതിയിലുള്ള ഒരു ഇതിൽ കാണുന്നുണ്ട്. സർ, ഇതെന്താ ഈ 2 മരം ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ശരിക്കും ഇത് പ്ലാന്റ് ചെയ്തതാണോ? അരുണേ, അത് പറഞ്ഞാൽ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ മാതൃവൃക്ഷങ്ങളാണ്. നമ്മൾ ടിഷ്യൂ കൾച്ചറിന് എടുക്കുന്നതും അതുപോലെ തന്നെ കായ്കൾ ശേഖരിക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് വീണ് കിളുത്ത് വന്ന മരങ്ങളാണിത്. അത് അരുണ് കാണുമ്പോൾ അറിയാം, അതൊരു നല്ല വളർച്ചയുണ്ടല്ലോ. അത് ടിപ്പിക്കലായിട്ടാണ് വളരുന്നത്. അത് അതിൻ്റെ വളർച്ച ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കായ്കളും മുളപ്പിക്കാനുള്ളൊരു പ്രോജക്റ്റ് ഈ വർഷം തൊട്ട് ഇട്ടത്. ധാരാളം കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് ഈ ഇവിടെ വീഴുന്ന കാകൾ പിറക്കിക്കൊണ്ടേ വെച്ച മരങ്ങൾ വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ വളരുന്ന മരങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ ഈ ക്രോസ് പോളിനേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഈ കൊല്ലം തൊട്ട് ഇതും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, നമുക്ക് ടിഷ്യൂ കൾച്ചറിൻ്റെ പകുതി വിലയ്ക്ക് ഇത് കൊടുക്കാൻ സാധിക്കും കർഷകന്. അത് ഇനി ഒരു തൈ നശിച്ചു പോയാലും അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോലും നമുക്ക് പറ്റും. കാരണം വിലക്കുറവുണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള വളർച്ചക്കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കർഷകന് സന്തോഷമാവും അല്ലേ? തീർച്ചയായും. വളരെ വിലക്കുറവിലല്ലേ കിട്ടുന്നത്? തീർച്ചയായിട്ടും, അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം എന്നെ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ എനിക്കെന്ന് തന്നെ ഞാൻ പറയുന്നില്ല, എല്ലാ വ്യാപാരികൾക്കും അതുപോലെ തന്നെ വ്യവസായികൾക്കും റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സഫീഷ്യൻ്റായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ കിട്ടണം. അപ്പം അറബിക്ക് എണ്ണ കിട്ടിയ പോലെ തന്നെ കേരളക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തുവാണ് ഈ തേക്ക്. അത് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ആദ്യകാലത്ത് റെയിൽവേ പാളം പോലും പണിതാണ് നിലമ്പൂരിൽ നിന്ന് തേക്ക് പ്ലാന്റ് ചെയ്തതും അത് കടത്തിക്കൊണ്ട് കൊണ്ടുവരുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരം പോലും ഈ തേക്കിട്ടാണ് വളർന്നിരിക്കുന്നത്. ഞാനൊരു തേക്കിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ ഒരുപാടാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കാം. ശരിക്കും തേക്കിൻ്റെ ഗുണഗണങ്ങൾ അവരറിഞ്ഞിരുന്നു അന്ന് കാലം മുതൽ. പക്ഷേ നമുക്ക് പ്രൊമോഷൻ കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇനി ഉള്ള കാലങ്ങളിൽ ഇത് ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ആര് മരങ്ങൾ പ്രൊമോട്ട് ചെയ്താലും ഞാൻ പ്രൊമോട്ട് ചെയ്താലും
തീർച്ചയായിട്ടും നമുക്ക് റോ മെറ്റീരിയൽ കിട്ടുമെന്നുള്ള ഒരു വലിയ വസ്തുതയുണ്ട്. അപ്പം ആ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിലേ നമുക്ക് ഫ്യൂച്ചറിൽ ഇൻഡസ്ട്രികൾ വളരുകയുള്ളൂ. അപ്പം നമുക്കറിയാം ഏത് ഇൻഡസ്ട്രിക്കും റോ മെറ്റീരിയൽ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് എന്തുമാത്രം റോ മെറ്റീരിയൽ കിട്ടിയാലും നമുക്ക് തീർച്ചയായിട്ടും ഷിപ്മെൻറ്റിനും മറ്റും നമുക്കറിയാം ഇപ്പം മരങ്ങൾ കുറവായതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുണ്ട് ഇവിടുന്ന് ഉരുള് മരങ്ങൾ കയറ്റാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയലായിട്ട് അത് ഫർണിച്ചറായിട്ടും ഡെക്കിംഗ് ആയിട്ടും ഫ്ലോറിംഗ് ആയിട്ടും അറുത്ത് കയറ്റാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇവിടുന്ന് ആ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ മാറി ഉരുള് കയറ്റത്തക്ക രീതിയിൽ സഫീഷ്യൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഉരുൾത്തടികളും നമുക്ക് പുറത്തോട്ട് കയറ്റാൻ പറ്റും. ഇപ്പം നമുക്ക് ഫർണിച്ചറും അങ്ങനെ ഉരുപ്പിടികളും കയറ്റാനുള്ള ഒരു നിയമമാണ് നിലവിലുള്ളത്. അതിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. സർ, നിലവിൽ ഒരുപാട് തേക്ക് നഴ്സറികളുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് മാതൃവൃക്ഷം കാണിച്ചു തന്ന് തൈകൾ വിൽക്കാൻ പറ്റാത്ത നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങുന്നത് സേഫാണോ കർഷകന്? അരുണേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബിസിനസ് എല്ലാം ഒരു പരിധി വരും നിങ്ങളുടെ കൈകളിലൂടെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ്റെ ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ തൈകൾ കൊടുക്കുന്നത് എൻ്റെ ഒരു ബിസിനസ്സായിട്ട് ഒരിക്കലും എടുത്തിട്ടില്ല. എനിക്ക് മറ്റ് ബിസിനസ്സുകളുണ്ട്, അത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കർഷകന് പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രോജക്റ്റായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പലരും എനിക്കറിയാം, അപ്പം ഞാനൊരു 7 വർഷമായിട്ട് ഈ ഫീൽഡിൽ വന്നിട്ടും ഇതുവരെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എന്നെ സമീപിക്കുകയോ ഇതെടുക്കുകയോ ചെയ്തിട്ടില്ല. ഞാനും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം ഇന്നിപ്പോൾ ഈ ഓൺലൈൻ്റെ കാലവും ഇങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ്റെ കാലമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അപ്പം എല്ലാവരും അവരവരുടെ തൈകൾ നല്ലതാണെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, ആരെന്ത് പ്രൊമോട്ട് ചെയ്താലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ ഒരു സുതാര്യതയും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ക്വാളിറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഒരു കൃഷിയും മോശമല്ല, ഒരു തൈയും മോശമല്ല. മരങ്ങൾ ആര് വെച്ച് പിടിപ്പിച്ചാലും അത് നല്ലതാണ്. അല്ലെങ്കിൽ കൃഷി ആരേത് രീതിയിൽ ചെയ്താലും നല്ലതാണ്. ആ കാര്യത്തിലൊരു സംശയം വേണ്ട. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ കർഷകരോട് തീർച്ചയായിട്ടും ഇവിടെ വിളിച്ചു വരുത്തി, എത്ര ദൂരെയാണെങ്കിലും ഇവിടെ വിളിച്ചു വരുത്തി ഇത് ബോധ്യപ്പെടുത്തി, വേണ്ടാന്ന് പറയുന്നവരോട് പോലും ഇവിടെ ബോധ്യപ്പെടുത്തിയാണ് ഞാൻ തൈകൾ കൊടുക്കാറുള്ളത്. കാരണം നമുക്കതിന് നമ്മുടേതായ ഒരു ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ ആയുസ് 10, 15, 20 വർഷം നോക്കിയിരുന്നിട്ട് നഷ്ടപ്പെടുത്താൻ നമുക്ക് തയ്യാറല്ല. അതിൻ്റെ ആവശ്യവും എനിക്കില്ല. മറ്റ് ബിസിനസ്സുകളും കുടുംബമെല്ലാം അമേരിക്കയിലാണ്, അവിടെ എനിക്ക് ബിസിനസ്സുകളുണ്ട്. അതുകൊണ്ട് ആ ഒരു ഉദ്യമങ്ങളൊന്നുമില്ല. വളരെ തുറന്ന മനസ്സോടെയാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഇത്തരം മാതൃവൃക്ഷങ്ങൾ എവിടെയുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം വലിയ മരങ്ങൾ എവിടെയുണ്ടോ, അത് കൃത്യമായിട്ട് ചെയ്യുന്ന നഴ്സറികൾ എവിടെയുണ്ടോ അവിടുന്ന് തീർച്ചയായിട്ടും കർഷകൻ അത് മേടിച്ച് വെക്കാനേ ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, മരങ്ങൾ ആര് നട്ടാലും അത് ഭൂമിക്ക് നല്ലതാണ്, അവർക്കും നല്ലതാണ്. പക്ഷേ നമ്മുടെ ഒരു ആയുസ് വെച്ചിട്ട് അത് പന്താടാൻ ഞങ്ങൾ മൂലച്ചാലിൽ ടിഷ്യൂ കൾച്ചർ ബയോടെക് അതിന് സമ്മതി അല്ല എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അരുണ, ഇത് ഏതാണ്ട് 35 വർഷക്കാലമായിട്ട് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റുകളിൽ നിന്നും മറ്റു പറമ്പുകളിൽ നിന്നുമൊക്കെ കിട്ടിയ ആ തേനീച്ച കൂടുകൾ ശേഖരിച്ച് വർഷങ്ങളുടെ ഒരു പ്രയത്നമാണ് ഇത്രയും കൂടുകൾ. ഏതാണ്ട് 250-300ഓളം കൂടുകൾ എനിക്കുണ്ട്. അത് പല സ്ഥലങ്ങളിലേക്ക് ഞാൻ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ആ വെട്ടുന്ന എല്ലാ തോട്ടങ്ങളും എല്ലാ ഏരിയയിൽ നിന്നുള്ള ആ ഈച്ചകളും എൻ്റെ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊരു ബിസിനസ്സായിട്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ മരുന്നിൻ്റെ ആവശ്യമൊക്കെ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ ആ ആവശ്യം നിറവേറ്റി കൊടുക്കും. അതുപോലെ തന്നെ ഈ ഈച്ചകൾക്ക് നമ്മൾ പലപ്പോഴും അത് മുഴുവൻ എടുക്കാറില്ല. അവർക്ക് അതിൻ്റെ പകുതി കൊടുത്തേക്കും, എല്ലാം എടുക്കാറില്ല. കുറച്ച് നമ്മുടെ ആവശ്യത്തിനും ബാക്കി അവർക്കും. അതാണ് ഒരു കൺസെപ്റ്റ്. ഇത് നമ്മുടെ ഒരു ഫാക്ടറി ഇരിക്കുന്ന പ്രിമൈസാണ്. ഏതാണ്ടൊരു 10 ഏക്കറോളം സ്ഥലമാണ്. ഞാനിത് റബ്ബർ മുറിച്ച് മാറ്റിയ ശേഷം കംപ്ലീറ്റ് തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് റബ്ബറിൻ്റെ ആദായം എന്താണെന്നുള്ള ഞാൻ സൂചിപ്പിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കൊരു കൊല്ലം റബ്ബറിൽ നിന്ന് ഒരു ഏക്കറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഏതാണ്ട് 20,000 രൂപയാണ്. അപ്പം ഞാനൊരു കണക്ക് കർഷകന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 1.5 തൊട്ട് 2 കോടി രൂപ വരും കിട്ടുമെന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിന് ഒരു ഡെമോ ആയിട്ട് തന്നെ ഞാൻ ഫ്യൂച്ചറിൽ ഓരോ വർഷവും നമുക്കത് കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലോട്ടും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫാക്ടറി ഉണ്ട് താഴെ, അവിടെ ഇറങ്ങി നമുക്ക് അവിടുത്തെ കാര്യങ്ങളും കണ്ട ശേഷം നമുക്ക് അവിടുന്ന് പിന്നെ മുമ്പോട്ട് നീങ്ങാം. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇവിടുന്ന് തൈകൾ വാങ്ങി നട്ടിട്ടുള്ള ഒരു കർഷകൻ്റെ ഫീഡ്ബാക്ക് കിട്ടാൻ വഴിയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ
ഇപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ് ഉണ്ട്, ടിഷ്യൂ കൾച്ചർ തേക്കിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈരാറ്റുപേട്ട പോകുന്ന വഴിക്കാണ്, പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ. നമുക്ക് ജസ്റ്റ് അവിടെയും കയറി 100 കണക്കിന് തോട്ടങ്ങളുണ്ട്. അതിലേറ്റവും അടുത്തുള്ള ഒരു തോട്ടത്തിലും കൂടെ നമുക്ക് സന്ദർശിക്കാം. കാരണം ഒരുപാട് നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കും അത് വിരസതയാകും. ഉടനെ തന്നെ നമുക്ക് അങ്ങനെ നീങ്ങാം. തീർച്ചയായിട്ടും. ഇത് നമ്മൾ കായിട്ട് മുളപ്പിച്ച തൈകളാണ്. അതായത് നമ്മൾ ടിഷ്യൂ കൾച്ചറിന് 120 രൂപയാണെങ്കിൽ ഇത് നമ്മൾ 60 രൂപയ്ക്കാണ് കർഷകന് നൽകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് ഞാൻ കർഷകർക്കായിട്ട് ഇതും ഇപ്പോൾ ഈ കൊല്ലം മുതൽ പ്രിഫർ ചെയ്യുകയാണ്. സാർ, ഇവിടുന്ന് തൈകൾ വാങ്ങുന്ന ഒരു കർഷകന് എന്താണ് ഗ്യാരണ്ടി? അത് അറിഞ്ഞാൽ ഞങ്ങൾ ഇത് ഒരു ദിവസം കൊണ്ട് ഇട്ടേച്ച് പോകാൻ പ്ലാനിട്ട ഒരു പ്രസ്ഥാനമല്ല മൂലച്ചാലി ടിഷ്യൂ കൾച്ചർ ബയോടെക് എന്ന് പറയുന്ന പ്രസ്ഥാനം. അവർക്ക് എല്ലാ കാലത്തും ഒരു അസിസ്റ്റൻസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ക്ലബ് മെമ്പർഷിപ്പ്, നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ക്ലബ് മെമ്പർഷിപ്പ്, ഒരു മെമ്പർഷിപ്പ് കാർഡ് നമ്മൾ നൽകുന്നുണ്ട്. ഇങ്ങനൊരു കാർഡാണ്. അത് മീൻസ് ഒരു മെമ്പർഷിപ്പ് കാർഡ്, മൂലച്ചാലി ബയോടെക് ക്ലബ് മെമ്പർഷിപ്പാണ്. ഏത് കാലത്തും എപ്പോഴും ഞങ്ങളെ വിളിച്ചാൽ ഏത് കാര്യത്തിനും ഞങ്ങൾ അസിസ്റ്റ് ചെയ്യും. തടി വിലയിടാൻ, തടി മതിക്കാൻ, അതിൻ്റെ വളർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, എല്ലാ കാര്യങ്ങളും ഈ മെമ്പർഷിപ്പ് ഞങ്ങളുടെ പ്രിവിലേജായിട്ട് കർഷകർക്ക് ഞങ്ങൾ കൊടുക്കുന്നു. സാർ, ഇത് ഇവിടുന്ന് തൈകൾ വാങ്ങുന്ന കർഷകന് മാത്രമാണ്? തീർച്ചയായിട്ടും, അവർക്ക് മാത്രം ഒരു പ്രിവിലേജ്. ഇത് ഞള്ളമ്പുഴ ജോയിച്ചേട്ടനാണ്, നമ്മുടെ ഒരു ആദ്യകാല കസ്റ്റമറാണ്. ഒരു പുരാതന കുടുംബക്കാരനായ ജോയിച്ചേട്ടന് കൃഷിയിൽ തന്നെ ശ്രദ്ധ പൊന്തി നിൽക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ ഈ നഴ്സറി തുടങ്ങിയപ്പോൾ തന്നെ അവിടെ വന്ന് മരങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട്, നമ്മുടെ മാതൃവൃക്ഷങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കും പ്രോത്സാഹനം തന്നു. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന് എല്ലാ കാലങ്ങളിലും പിന്തുണ കൊടുത്തു വരികയാണ്. നമ്മുടെ വാഗമൺ റൂട്ടിൽ, അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വാഗമണ്ണ്. ധാരാളം ആളുകൾ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം അദ്ദേഹം നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുക. ജോയിച്ചേട്ടാ, ശരിക്കും എങ്ങനെ ഈ തേക്ക് കൃഷിയിലേക്ക് വന്നത്? ഞാൻ വന്നത് നേരത്തെ ഈ സ്ഥലത്ത് റബ്ബറായിരുന്നു നിന്നിരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു 7 വർഷം മുമ്പ് റബ്ബർ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അടുത്ത കൃഷി എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പം യാദൃച്ഛമായിട്ട് എനിക്ക് കാണാൻ ഇടയാച്ചാൽ പെട്ടെന്ന് ഞാൻ ഈ കർഷക മാസനുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് കൊണ്ട് മൂലച്ചാലിൽ ടിഷ്യൂ കൾച്ചർ നഴ്സറി എന്നും പറഞ്ഞ് അവരുടെ പരസ്യം കണ്ടു. അപ്പം എന്നാൽ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാം എന്നോർത്തിട്ട് ഞാനിങ്ങനെ പ്രൊപ്പറേറ്റർ റെജി മൂലച്ചാലായിട്ട് ബന്ധപ്പെട്ടപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം പുരയിടത്തിൽ ഇത് വെച്ചിട്ടുണ്ട്, 1 വർഷം പൂർത്തിയായതാണ് എന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് പുരയിടത്തിൽ ചെന്ന് ഞാനിത് കണ്ടു. അപ്പം കണ്ടപ്പോൾ എനിക്ക് ബോധ്യം വന്നു. കാരണം ഇത് വളരും, പലർക്കും സംശയമുണ്ട്, ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം വളരുമോ, കുറേ വെറുതെ നഷ്ടപ്പെട്ടു പോവുമോ. അപ്പോൾ ഇതെനിക്ക് കണ്ടു കഴിയുമ്പോൾ ബോധ്യം വന്നു, എല്ലാം ഒന്നുപോലെ വളരുന്നുണ്ട്. അപ്പം ടിഷ്യൂ കൾച്ചറിൻ്റെ ആ ഒരു പ്രത്യേകതയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയിട്ട് അപ്പോൾ എന്നാൽ അത് തന്നെ വെച്ചേക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പോയി തൈ വാങ്ങി 7 വർഷം മുമ്പ് വെച്ച തൈയായി നിൽക്കുന്നത്. അപ്പം എത്ര ഏക്കറിലാണ് വെച്ചത്? 1.5 ഏക്കറിനകത്ത്. 1.5 ഏക്കറിൽ? അതെ. ഓക്കെ. ഇപ്പോൾ വച്ചതിന് ശേഷം ഇപ്പോൾ എങ്ങനെയാണ്? ഹാപ്പിയാണോ? വളർച്ച എല്ലാം വളരെ ഹാപ്പി. വെച്ചാൽ ഹാപ്പിയായ പ്രധാന കാരണം എല്ലാം ഒന്നുപോലെ വളർന്നു കിട്ടിയെന്നുള്ളതാണ് നേരത്തെ പ്രധാന കാരണം. എല്ലാം ഒരുപോലെ നിൽക്കുന്നുണ്ടല്ലേ? അതെ, എല്ലാം ഒന്നുപോലെ നിൽക്കുന്നുണ്ട്. എല്ലാ വർഷവും ഏതാണ്ട് ഒരേ സ്റ്റഡി ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അതായത് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് രാസവളം ഇട്ടോ അല്ലെങ്കിൽ മറ്റു അങ്ങനെയുള്ള വളങ്ങളിട്ടോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല. ഇതിനകത്ത് ചാണകം മാത്രം, മറ്റൊരു വളം ഇതിനകത്ത് ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഒരു കൃഷിയിലേക്ക് വന്നിട്ട് ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. അതായത് മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. നമുക്ക് മറ്റു കൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് പണിക്കാരെ ആശ്രയിക്കാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ 7 വർഷം കൊണ്ട് റബ്ബർ വളരുന്നതിൽ ഏകദേശം ഒരു ഡബിളിന് എന്ന് പറയാവുന്ന രീതിയിൽ അതിന് വളർച്ച എത്തിയിട്ടുണ്ട്. ഇവരുടെ തൈകളുടെ ക്വാളിറ്റിയെ പറ്റി എന്താ പറയാനുള്ളത്? തൈയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ഒന്നുപോലെ വളർച്ച, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മറ്റ് സാധാരണ തേക്ക് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ബ്രീഡ് വെച്ചാൽ ഈ പോളിനേഷനാണുള്ളൂ. ഇത്
അങ്ങനെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മാതൃവൃക്ഷത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി എല്ലാ തൈക്കും കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണുന്നൊരു കാര്യം. അപ്പോൾ എല്ലാം ഒന്നുപോലെ ഒരേ രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നിനും പ്രത്യേകം ചെയ്യുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. എല്ലാം ഒരേ രീതിക്ക് നമുക്ക് കിട്ടും. മറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തേക്ക് വളർന്നു കഴിയുമ്പോൾ നമുക്ക് വിൽക്കാനോ അതിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കാനോ വേണ്ടി അത് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ പ്രൊപ്പറേറ്റർക്ക് തന്നെ നല്ല രീതിയിലുള്ള ബേസിക്കായിട്ട് തരിക്കച്ചവടക്കാരാണ്. അതുകൂടാതെ സ്വന്തമായിട്ട് മില്ല് ഇത് കയറ്റി അയക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള. അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ ഈ അമേരിക്കയിലോട്ട് പോലും കയറി പോകാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ കയറി പോകുന്നുണ്ട്. അവിടുത്തെ വിലയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് അതിശയം തോന്നുന്ന രീതിയിലുള്ള വിലകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭാവിയിൽ ഇതിൻ്റെ വില പോകുന്നോ അല്ലെങ്കിൽ കൂടുതൽ തേക്ക് കൃഷി ചെയ്തതിൻ്റെ പേരിൽ അതിന് ഡിമാൻഡ് കുറഞ്ഞു പോകുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫൈബറിൻ്റെ ആവശ്യമില്ല. വിൽക്കുന്ന കാര്യത്തിനെ പറ്റി ടെൻഷനില്ല, ഒരു ടെൻഷനും ഇല്ല. അവർ തന്നെ തിരിച്ചെടുത്തോളും എടുത്തോളും. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കൃഷിയിൽ വന്നിട്ട് ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. കാരണം പലതരത്തിലാണ്. അപ്പോൾ എൻ്റെ മക്കളെ ജീവിച്ച് പോകുള്ളൂ എന്നുള്ള ആ ഒരു സന്തോഷം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ തലമുറ മാത്രമല്ലല്ലേ, അടുത്ത തലമുറ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. കാരണം അവർക്ക് അതൊരു വലിയ അസറ്റായിട്ട് തന്നെ ഞാൻ കരുതുക. ഈ വാഗമൺ എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് കേരളത്തിൻ്റെ വെളിയിൽ നിന്നും പല സ്ഥലത്ത് വിദേശത്തു നിന്ന് പോലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഈ ഒന്നുപോലെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുപോലെ വളർത്തിയെടുക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, ആ മരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ടിഷ്യൂ ഒരു പ്രത്യേകതയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവരെന്നെപ്പറ്റി വളരെ കാര്യമായിട്ട് പല കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഞങ്ങൾ വെച്ചാൽ നന്നായിരിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു 100% വിജയിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോ എന്ന് ഞാൻ പറയാറുണ്ട്.